ഉണ്ടാക്കാൻ പോകുന്നത് ഒരു 4 മണി പലഹാരമാണ്, ഒരു അടിപൊളി സ്നാക്സാണ്, ഒരു വെറൈറ്റി സ്നാക്സാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. വളരെ കുറച്ച് ചിക്കൻ പീസ് മാത്രമേ എടുത്തിട്ടുള്ളൂ, ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാണ്. അപ്പം ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസേ ആവശ്യമുള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിനുള്ള ചിക്കനാണ് ഇത്, അത് ബോൺലെസ് ചിക്കൻ തന്നെ വേണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു സവാളയാണ്, ഒരു ചെറിയ പീസ് സവാള, അത് മുറിച്ച് വെച്ചതാണ്. പിന്നെ ഒരു പച്ചമുളകാണ്, അത് എരിവ് കുറച്ച് മതി, അതുകൊണ്ടാണ് ഒരു പച്ചമുളക് മാത്രം എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പച്ചമുളക് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ മല്ലിയിലയും പുതിന ഇലയാണ്. മല്ലിയിലയും പുതിന ഇലയും കുറച്ച് മാത്രം മതി. ഇതിൻ്റെ ടേസ്റ്റ് ബാക്കി ഈ ചിക്കൻ്റെയും ഇതിൻ്റെയൊക്കെ ടേസ്റ്റിൻ്റെ മുകളിൽ നിൽക്കാൻ പാടില്ല, അതുകൊണ്ടാണ് മല്ലിയിലയും പുതിനയിലയും കുറച്ച് മതി എന്ന് പറഞ്ഞത്. അപ്പം ഇനി ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഇതൊക്കെ ഒന്ന് അരച്ചെടുക്കണം. അതിന് നമുക്ക് ചിക്കൻ ആദ്യം ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചിക്കൻ എടുത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ് ചെറിയ ജാർ എടുത്തത്. അതുപോലെ നിങ്ങൾ ചിക്കൻ്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ച് ഇതിലേക്കുള്ള ബാക്കി സാധനങ്ങളും കൂട്ടിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിയില, പുതിനയില എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂൺ. ഇനി ഇതൊക്കെ ഒന്ന് നന്നായിട്ട് അരച്ച് പേസ്റ്റ് പോലെ ആക്കി എടുക്കണം. ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമുക്കിനി അരച്ചെടുക്കാം. അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്താലേ നമുക്കിത് റോൾ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ, അതുകൊണ്ടാണ് വെള്ളം ചേർക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ ഇതുപോലെ പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഉരുട്ടിയെടുക്കണം, ഒരു ഫിംഗർ ഷേപ്പിൽ പോലെ ആക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ആദ്യം കയ്യിലൊരൽപ്പം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട്, എണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയ ബോൾസാക്കി എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറുതാക്കിയിട്ട് തന്നെ ഇത് ഷേപ്പാക്കി എടുക്കണം. കാരണം നമ്മൾ ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്യുന്ന ടൈമിൽ അല്ലെങ്കിൽ ഇത് ഉള്ളൊന്ന് വേവാതിരിക്കും. അതുകൊണ്ട് ഇതുപോലെ ചെറിയ ഷേപ്പിൽ പരത്തിയെടുക്കുക. ഇതുപോലെ ഓരോന്നെടുത്തിട്ട് ചെയ്യാം. ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്യാം. അപ്പോൾ കണ്ടില്ലേ, അതുപോലെ എല്ലാം റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചുറ്റാൻ വേണ്ടിയിട്ട് ഒന്ന് റൗണ്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് മാവ് പ്രിപ്പയർ ചെയ്യണം. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇത് മൈദ മാവാണ്. മൈദയുടെ കൂടെ ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് വെള്ളവും കൂടി ചേർത്ത് ഒന്ന് കുഴച്ചെടുത്താണ്. ഇത് നമുക്കിനി ഒന്ന് പരത്തിയെടുക്കണം. ഒരു ചപ്പാത്തിയുടെ ഒക്കെ ഒരു ലെവലിലാണ് പരത്തിയെടുക്കേണ്ടത്. അധികം തിന്നും ആവണ്ട, അധികം തിക്കും ആവണ്ട. അപ്പോൾ ഇതാ നമ്മുടെ മാവ് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒരു കത്തി യൂസ് ചെയ്ത് നമുക്കിതുപോലെ ഒന്ന് തിന്നായിട്ടൊന്ന് മുറിച്ചെടുക്കണം. ഇതുപോലെ ബാക്കിയും കൂടി മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത്രയും നീളത്തിൻ്റെ ആവശ്യമില്ല, അതുകൊണ്ട് നമുക്കിതൊന്ന് ഹാഫാക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഉരുട്ടി വെച്ച ആ മസാല ഉണ്ടല്ലോ, ഇതൊന്നിങ്ങനെ എടുക്കുക. എന്നിട്ട് ഇതിനെ ഇങ്ങനെ ഒന്ന് ചുറ്റി കൊടുക്കാം.
കണ്ടില്ലേ? ഇതിന് ഓരോന്നേ അതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ആ മൈദ മാവ് വെച്ച് ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മളുടെ മസാലയിൽ. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായതിന് ശേഷം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ ഉള്ളൊന്നും വേവില്ല. അപ്പോൾ എണ്ണ ഇപ്പം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മീഡിയം ഫ്ലെയിമിലിടാം. നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിലിട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് ആയതിനു ശേഷം അടുത്ത സൈഡിലേക്ക് കൂടി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആയിട്ടുണ്ട്. ഈ ഒരു കളറാണ് ആവേണ്ടത്. ലോ ഫ്ലെയിമിലിട്ട് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ ഉള്ളു വേവില്ല. അപ്പോൾ ഈ ഒരു ഡാർക്ക് ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം. ഇതെല്ലാം ഏകദേശം ആയിട്ടുണ്ട്. ഹണി ബീ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.